ഹായ് മക്കളെ, +2 കുട്ടികൾ ഒന്നടങ്കം പറയുന്നൊരു കാര്യമാണ്, സാറേ ഞാൻ എത്ര വേണേൽ പഠിക്കാൻ തയ്യാറാണ്, മരിച്ച് പഠിക്കാൻ തയ്യാറാണ്, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ? ടൈം ടേബിൾ ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം ടേബിൾ ആയിരിക്കും ഇത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്നും പഠിക്കാത്ത ആളെയും ഫുള്ള് പഠിച്ചു കഴിഞ്ഞ ആളെയും ഒരുപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ടൈം ടേബിൾ. സോ ദ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഫോർ +2 സ്റ്റുഡൻസ്. റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണല്ലോ? അപ്പം ഞാനിപ്പോൾ +2ലാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ന് ജനുവരി 21 ഫെബ്രുവരി 16 നമ്മളെ മോഡൽ എക്സാം തുടങ്ങുകയാണ്, മാർച്ച് 6 നമ്മളെ ഫൈനൽ എക്സാം തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം ഞാൻ എന്താ നോക്കുക? ഏറ്റവും ആദ്യം നോക്കുക എന്താ? അത് സിമ്പിളാണ്, എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് അല്ലേ. അതായത് ഇതിലെനിക്ക് ബയോളജിയിൽ എപ്പോഴും ഡൗട്ടാട്ടോ, പക്ഷെ ഞാനത് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഫിസിക്സിൽ 14 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 9 ചാപ്റ്റർ, മാത്സിൽ 14, ബയോളജി ഓർ CS 13 അല്ലെങ്കിൽ 12 ചാപ്റ്റേഴ്സാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ലാംഗ്വേജസ് അവിടെ മാറ്റി വെക്കുകയാണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ്. ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ ബയോ സയൻസുകാർക്ക് 50 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 49 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റെഡി അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുണ്ട്? നമ്മുടെ ഏറ്റവും ഐഡിയൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? മോഡൽ എക്സാമിന് മുന്നേ ഈ 50 ചാപ്റ്റർ അല്ലെ 49 ചാപ്റ്റർ തീർക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മോഡൽ എക്സാം വരെ നമുക്കിനി എത്ര ദിവസം ഉണ്ട് നോക്കാം. ഇന്ന് ജനുവരി 21, ജനുവരി 31 വരെ ഉണ്ട്. സോ ജനുവരി മാസത്തിൽ ഒരു 10 ദിവസം ഉണ്ട്. അതേപോലെ തന്നെ എപ്പോഴാണ് മോഡൽ എക്സാം തുടങ്ങുന്നത്? മോഡൽ എക്സാം തുടങ്ങുന്നത് ഫെബ്രുവരി 17. അപ്പോൾ ഒരു 16 ദിവസം ഫെബ്രുവരി മാസത്തിലുണ്ട് അല്ലേ. 16 ദിവസം ഫെബ്രുവരി മാസത്തിലും ടോട്ടൽ 26. അപ്പം തന്നെ നിങ്ങളെ മനസ്സിലൊരു കാര്യം കത്തിയുണ്ടാവും, സാറേ ലാബ് എക്സാം ഇല്ല അതിൻ്റെ ഇടയ്ക്ക് എന്നുള്ളത്. ഉറപ്പായിട്ടും 4 സബ്ജക്ട്സ് ഉണ്ട്. അപ്പം 4 സബ്ജക്ട്സിനും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പരമാവധി കളയാൻ പറ്റുക, അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ അത് ലാബ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുക ഒരു 6 ഡേയ്സ് ആണ്. അപ്പോൾ 26 - 6 ആകെ 20 ദിവസം മാത്രമാണ് എന്തുള്ളത് നമുക്ക് മോഡൽ എക്സാമിൻ്റെ മുന്നേ ഉള്ളത്. 20 ദിവസം 50 ചാപ്റ്റേഴ്സ്. ഒരു രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നടക്കില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ 50 ചാപ്റ്റേഴ്സ് ഇനിയും ബാക്കിയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ട്രാക്കിലാവാൻ തന്നെ കുറച്ചധികം ദിവസം വേണം അല്ലേ. ശരിയല്ലേ? അപ്പം എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡൽ എക്സാം അല്ല ടാർഗറ്റ്, പകരം ഫൈനൽ എക്സാം ആണ്. അത് പല സ്കൂളുകളിലും മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ആൻസർ ഷീറ്റ് പോലും ചില കുട്ടികളൊന്നും വാങ്ങാറില്ല. നേരെ ഫൈനൽ എക്സാമിന് പഠിക്കുക ചെയ്യുക. അല്ലെങ്കിലും ഫൈനൽ എക്സാം റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആകെ 65%. നിങ്ങൾക്ക് പറയാം എനിക്ക് മോഡലിന് 85, നിങ്ങൾ ആരോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പം ഇത് ഞാൻ എന്താണ് നിങ്ങളെ മോഡൽ എക്സാമിനെ പഠിക്കാതിരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ല, പകരം എന്തായിരിക്കണം? നിങ്ങളുടെ എൻറ്റയർ പ്ലാൻ ഫൈനൽ എക്സാമിന് വേണ്ടിയായിരിക്കണം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വേണം ആകെ തലകുത്തി മറിഞ്ഞ് കുറച്ചൊക്കെ പഠിച്ച് അതൊക്കെ ആക്കിയിട്ട് ഫുള്ള് ചാപ്റ്റേഴ്സ് മോഡൽ എക്സാമിനൊക്കെ കവർ ചെയ്യാം. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡൽ എക്സാം കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് തീരൂലല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ ഫൈനൽ എക്സാം ടാർഗറ്റ് ചെയ്തിട്ട് മാക്സിമം മോഡൽ എക്സാമിനും പഠിക്കുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാൻ. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ 20 ദിവസം കൂടാതെ ഫൈനൽ എക്സാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കേണ്ട 50 ചാപ്റ്റേഴ്സിന് വേറെ എവിടെയെങ്കിലുമൊക്കെ ദിവസങ്ങൾ ഉണ്ടോ നോക്കാം. ആദ്യം നമുക്ക് ഇനി ഫൈനൽ എക്സാമിൻ്റെ അല്ല മോഡൽ എക്സാമിൻ്റെ ഇടയിൽ ഉണ്ടോ നോക്കാം. മോഡൽ എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച 2 പരീക്ഷ, ശനിയാഴ്ച. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. അതായത് ഫെബ്രുവരി 16 വരെ എത്ര നമുക്ക് തീർന്നു അത്രയും ചാപ്റ്റേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ മോഡൽ എക്സാമിന് മുമ്പ് നമുക്ക് തീർക്കുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും ബയോളജി കുട്ടികൾക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ബയോളജി കുട്ടികളുടെ കാര്യം ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 6-ാം തീയതി ഫിസിക്സ്, ഫസ്റ്റ് തന്നെ ഫിസിക്സ് ആട്ടോ. പിന്നെ 7-ാം തീയതി തന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഞങ്ങൾക്ക് എവിടെയാ സാറേ സന്തോഷിക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം. പിന്നെ ശനിയാഴ്ചയാണ് എന്ത് കമ്പ്യൂട്ടർ സയൻസ്, ഞായർ, തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച 2 ദിവസം കമ്മിസ്റ്റ്. അപ്പോൾ അവിടെ എന്തില്ല, പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് പുതുതായിട്ട് ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ, പുതുതായിട്ട് എന്ത് ചെയ്യാനാവില്ല, ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് അവസരമില്ല. ഓക്കെ. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് വ്യാഴാഴ്ച, അതായത് മാർച്ച് 12 വ്യാഴാഴ്ച കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്തുണ്ട്, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം വെള്ളി, ശനി, ഞായർ, തിങ്കൾ കഴിഞ്ഞിട്ടാണ് മാത്സ് വരുന്നത്. അതായത് 4 ദിവസം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 4 ദിവസത്തെ അവധിയാണ്. ലാസ്റ്റത്തെ ദിവസം എന്തായാലും നമുക്ക് റിവൈസ് ചെയ്യാനായിരിക്കും. ആ 3 ദിവസം കൊണ്ട്, ലാസ്റ്റ് 2 ദിവസം റിവൈസ് ചെയ്യാൻ കൊടുത്താൽ 2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 to 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും എല്ലാവർക്കും. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളെ മാത്സിൻ്റെ അല്ലേ ഒരു 4 to 5 നമ്മൾ എന്ത് ചെയ്യാണ്, സേഫ് പോർഷനിൽ നമ്മൾ 4 ചാപ്റ്റർ അന്ന് പഠിക്കുന്നു തീരുമാനിക്കുന്നു. ഓക്കെ, ആ ഗ്യാപ്പിൽ
അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് 1 ഉണ്ടായിരുന്നല്ലോ, അതോട് പോയി. ഓക്കെ, അതായത് 4 ചാപ്റ്റേഴ്സ് നമുക്ക് അവിടെ മാത്സിന് പഠിക്കാനുണ്ടാവും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസയൻസുകാർക്ക് സന്തോഷിക്കാനുള്ള സാധനമാണ്, മാത്സ് എക്സാം കഴിഞ്ഞിട്ട് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, മാത്സ് എക്സാം കഴിഞ്ഞിട്ട് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് നമ്മുടെ ബയോളജി എക്സാം വരുന്നത്. അപ്പോൾ 6 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല 50 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, മോഡൽ എക്സാമിന് വരെ ബയോളജി തൊടുകയോ വേണ്ട. ഈ 6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബയോളജിയിലെ 13 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഐഡിയലി 6 ദിവസത്തിൽ 13 പഠിക്കാൻ പറ്റൂല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് 2 ദിവസം റിവിഷൻ വേണ്ടി വരും. 4 ദിവസത്തിൽ ഒരു 8 ചാപ്റ്ററൊക്കെയാണ്. പക്ഷേ ഒന്നും പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ച് ബാക്കി സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇപ്പം തന്നെ തീർക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് 13 അല്ലെങ്കിൽ ഒരു 8 ചാപ്റ്ററൊക്കെ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റും. 4 ദിവസം കൊണ്ട് 8 ചാപ്റ്റേഴ്സ്, പിന്നെ 2 ദിവസം ബാക്കി 5 കൂടെ റിവൈസ് ചെയ്ത് ഫുള്ള് സെറ്റ് ആവാനുള്ള സമയം അവിടെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നും പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് എന്തുണ്ട്, ഈ ചൊവ്വാഴ്ച അതിൻ്റെ ശനിയാഴ്ച വരെ ഇംഗ്ലീഷ് നമുക്ക് അന്നേരം നോക്കാം അല്ലേ. ഒന്നും പഠിക്കാത്ത സംബന്ധിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 13 ചാപ്റ്റർ ബയോളജിയിലും 4 ചാപ്റ്റർ കാണിച്ച് 17 ചാപ്റ്റർ പഠിക്കാൻ പരീക്ഷയുടെ ഇടയിലെ സമയമുണ്ട്. നോട്ട് ചെയ്യണം. അപ്പോൾ സാറേ കമ്പ്യൂട്ടർ സയൻസുകാരുടെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സാം മാർച്ച് 17 കഴിയുക. നിങ്ങളെങ്ങാനും കീം നോക്കുന്ന കുട്ടിയാണെങ്കിൽ കീം എക്സാം വരുന്നത് ഏപ്രിൽ 16 മുതലാണ്. അപ്പം ഈ 28-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ കീമിൻ്റെ ക്രാഷിനൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആകെ കിട്ടൊരു 18 ദിവസം കൊണ്ട് 19 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതേസ്ഥാനത്ത് ഈ 17-ാം തീയതിക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് കീമിൻ്റെ ക്രാഷ് കോഴ്സ് നമുക്ക് ഉണ്ടാകും കേട്ടോ. നമ്മൾ എന്തായാലും കീമിൻ്റെ ക്രാഷ് കോഴ്സ് CS ബാച്ചിനായിട്ട് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മാസം നിങ്ങൾക്ക് കിട്ടും. അതായത് 1 മാസത്തിൻ്റെ അല്ല, ബയോളജിക്കാരെക്കാളും ഡബിൾ ഡേയ്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടും. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കീമിൽ നല്ല റാങ്കും കീം നിങ്ങൾ തൂക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്, സാന്ദർഭികമായി പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ എത്തിയ 17 ചാപ്റ്റേഴ്സ് നമുക്ക് പരീക്ഷേൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ എന്താണ്, മാത്സുകാർക്കാകെ CS-കാർക്കാകെ 4 ചാപ്റ്ററേ ഉള്ളൂ, ബയോളജിക്കാർക്കാണ് 13 ചാപ്റ്റർ. ഓക്കെ, അപ്പോഴും തീരാനുള്ള സാധ്യത. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൊടുക്കുക. സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ നേരത്തെ ഈ കണ്ട ചാപ്റ്റേഴ്സ് ഇല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇപ്പം നമ്മൾ കണ്ട ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കണ്ട ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിൻ്റെ കണ്ടന്റ് പേജ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 10 ചാപ്റ്ററൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ആ ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമിൻ്റെ തലേന്നത്തെ മാരത്തോൺ ലൈവിലൊക്കെ റിവൈസ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എടുത്ത് നോക്കണം. അങ്ങനെയാണ് നമുക്ക് കുറേ ആശ്വാസമായി കഴിഞ്ഞു. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചും 50 ചാപ്റ്റേഴ്സ് എന്നുള്ളത് എന്തായി മാറി, 40 മാറി. ഇനി ഒരു ബയോളജി സയൻസ് കുട്ടികളെ സംബന്ധിച്ചിട്ട് അതിലൊരു 17 ചാപ്റ്ററും കൂടെ കുറച്ചാൽ 23 ചാപ്റ്റർ ഇനി പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. സ്റ്റെപ്പ് 1 ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര, ഔട്ട് ഓഫ് ദിസ് 50 ചാപ്റ്റേഴ്സ് എത്ര എണ്ണം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അതൊരു 10 to 20 നിങ്ങൾക്ക് സേഫാണ് നിങ്ങൾ. ഓക്കെ, ഇനി ഒന്നുമില്ലാത്ത ആളെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളെന്താണ് 50-ൽ 1 ചാപ്റ്റർ പോലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജിക്ക് ഒരു 13 ചാപ്റ്ററും മാത്സിൻ്റെ ഒരു 4 ചാപ്റ്ററും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയുടെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. റെഡി ആണല്ലോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ടൈം ടേബിൾ അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുമ്പം ബയോളജിക്കാരുടെ 50 ചാപ്റ്ററിൽ നിന്നും ഈ 13 പോയി, മാത്സിൽ നിന്നും ഇത് മാറി 10 ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആകെയുള്ളത് 23-ഉം 10-ഉം 33 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടത് ഫൈനൽ എക്സാമിന് മുന്നേ. അതേ സ്ഥാനത്ത് CS-കാരെ സംബന്ധിച്ചിടത്തോളം ആകെ 4 ചാപ്റ്റർ മാത്രമാണ് മാത്സിൽ പോയത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് 45 ചാപ്റ്റർ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് എത്ര ദിവസമായിരുന്നു മോഡൽ എക്സാമിൻ്റെ ഇടയിലുള്ളത്? ആകെ 20 ദിവസം അല്ലേ. 20 ദിവസത്തിൽ 33 നടക്കൂല, 45 നടക്കൂല. കാരണം നമ്മളൊന്നും പഠിക്കാത്ത ആൾക്കാരാണ്. അതേ സ്ഥാനത്ത് ഓൾറെഡി നമ്മളെന്താണ് ഒരു 10 ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം അല്ലെ 13 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഓരോ ചാപ്റ്റർ മോഡൽ എക്സാമിന് പഠിച്ചാൽ മതി, നിങ്ങൾ സേഫാ അല്ലേ. അല്ലെങ്കിൽ ഒരു 25 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയുടെ ഇടയിലൊന്നും നമ്മൾ ചാപ്റ്റേഴ്സ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോഴേ പഠിച്ചു തീർത്ത് അന്നേരമൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, നല്ല സാധനമല്ലേ. അപ്പം ഒന്നും പഠിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ബയോ സയൻസ് ആണെങ്കിൽ 33 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനൽ എക്സാമിന് 45 ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? അപ്പം ഇനിയും നമുക്ക് എവിടെയാണ് ഗ്യാപ്പ്? ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. അതെവിടെയാണ് ആ സാധനം? അതായത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ടടാ, നമുക്ക് അവിടെ കുറച്ച് ഗ്യാപ്പില്ലേ? അതെത്രയാ നോക്കാം. മോഡൽ എക്സാമിന് ഫെബ്രുവരി 21-നാണ് തീയതി. ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകിച്ച
28 ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 7 ദിവസം ഇവിടെയും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു 5 ദിവസവും കിട്ടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ട്, ഇവിടെ ഒരു 12 ഡേയ്സ് ഉണ്ട്, 12 ഡേയ്സ് ഉണ്ട്. ആ 12 ഡേയ്സിൽ CSR സംബന്ധിച്ച് വേറെ ഒരു വഴിയുമില്ല. CS ഫുൾ ചാപ്റ്റർ നിങ്ങൾ അവിടെ പഠിക്കണം. CS ഫുൾ ചാപ്റ്റർ നമ്മൾ അവിടെ പഠിക്കണം ആ 12 ദിവസത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ആ 12 CS ബയോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം 12 ദിവസം നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഏറ്റവും മിനിമം 12 ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ പറ്റും. 2 ദിവസം അങ്ങോട്ട് മാറ്റിയാൽ 10 to 12 ചാപ്റ്റർ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റേണ്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, CS-ൻ്റെ ഈ 45-ൽ നിന്നും CS കുറച്ചാൽ 12 കുറച്ചാൽ അതെന്തായി മാറി, നമുക്കും 33 മാറി. അപ്പം നിങ്ങളിനി അടുത്ത ചെയ്യേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഈ 23 ചാപ്റ്റേഴ്സിൽ ഒരു 12 ചാപ്റ്റേഴ്സ് ആ സമയത്തേക്ക് മാറ്റിവെക്കുക. അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ സേഫ് ആക്കാൻ ഒരു 13 ചാപ്റ്റേഴ്സ് ആ സമയത്ത്. ഏത് സമയമാണത്? അതായത് മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ഇടയിൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഒരു 13 ചാപ്റ്റേഴ്സ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യട്ടോ. അതായത് ഒരു 8 ചാപ്റ്റർ ഫിസിക്സ്, 5 ചാപ്റ്റർ കെമിസ്ട്രി, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് മുന്നേ പഠിക്കാൻ പോവുകയാണ്. അപ്പം CS പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു 12 ചാപ്റ്റർ CS-ഉം കൂടെ പഠിക്കാണ്ട്. പക്ഷെ അത് വളരെ എളുപ്പമാണ്. നമ്മളെ CS-ൻ്റെ സാർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. ഇനി നിങ്ങൾക്കൊരു സംശയമാണ്, സാർ ഇതൊക്കെ എവിടുന്ന പഠിക്കുക? ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന മക്കളെ, ഒരു സംശയമില്ല, എഡ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ബൂസ്റ്റർ ബാച്ചിലേക്ക് തന്നെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കീമിൻ്റെയോ CUET-യുടെയോ നീറ്റിൻ്റെയോ ക്രാഷിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ക്രാഷിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബൂസ്റ്റർ ബാച്ച് ഫ്രീ ആണ്. അതായത് ക്യാഷിൻ്റെ പൈസ കൊടുത്താൽ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് +2 മാർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പിൽ മോഡൽ എക്സാമിൻ്റെയും ഇതിൻ്റെയും ഗ്യാപ്പിൽ നമ്മളൊരു 13 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഒരു 13 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്നും കൂടെ ഒന്ന് എഴുതുകയാണ്. ബയോ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം 4 ചാപ്റ്റർ മാത്സും 13 ചാപ്റ്റർ ബയോളജിയും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പരീക്ഷയുടെ ഇടയിൽ പഠിക്കും. അതേപോലെ തന്നെ ഒരു 13 ചാപ്റ്റർ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ഗ്യാപ്പിൽ പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 30 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. മോഡൽ എക്സാമിന് മുന്നേ ഇനി പഠിക്കാനുള്ളത് 20 ചാപ്റ്ററാണ്. അതേ സ്ഥാനത്ത് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം 4 ചാപ്റ്റർ മാത്രമാണ് മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റുക പരീക്ഷയുടെ ഇടയിൽ, ഫൈനൽ എക്സാമിൻ്റെ. 12 ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ മോഡലിൻ്റെ ഫൈനലിൻ്റെ ഇടയിൽ പഠിക്കും. അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടി ഇതേപോലെ തന്നെ 13 പഠിക്കും. അപ്പോൾ എന്താണ്, 29 ചാപ്റ്റർ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മോഡൽ എക്സാമിന് മുന്നേ പഠിക്കാനുള്ളത് 20 ചാപ്റ്റർ. 20 ദിവസം നമുക്കില്ലേ, 20 ദിവസം കൊണ്ട് 20 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതിടാ വേഴ്സ് കേസിൽ. ഇനി അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, ഓൾറെഡി പഠിച്ച് നിങ്ങൾക്ക് 20 ചാപ്റ്റർ പഠിക്കാനുള്ള മോഡൽ എക്സാമിന് മുന്നേ തീർക്കാം. ഓക്കെ, ഇനി ചില കുട്ടികളുടെ ഒരു സംശയമായിരിക്കും, അത് നല്ലൊരു സംശയമാണ്. എന്ത് സാറേ, ഞാൻ ബയോളജി ഫുള്ള് ഈ സമയത്താണ് പഠിക്കുന്നതെങ്കിൽ എനിക്ക് മോഡൽ എക്സാം 0 മാർക്കല്ലേ? 0 ഒന്നും ആയിരിക്കുമല്ലോടാ. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 30-40 മാർക്ക് കിട്ടും. തൽക്കാലം അത് മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഫൈനൽ എക്സാമിന് നമുക്ക് തകർക്കാം. ഇത് തന്നെയാണ് CS-കാരോടും പറയാനുള്ളത്. CS മുഴുവൻ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നതെങ്കിൽ, സാറേ അല്ലടാ, CS-ൻ്റെ തലേന്നത്തെ ലൈവൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷയിൽ പോയി എഴുതുക. ചിലപ്പോൾ ടീച്ചർ ഒന്ന് ചീത്ത അറിയിക്കും. അപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി 20 ചാപ്റ്റർ ബാക്കി സബ്ജക്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 ചാപ്റ്റർ എന്ന് പറയുമ്പം ഏതൊക്കെ ആയിരിക്കോടാ 20 ചാപ്റ്റർ വരാൻ പോവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അങ്ങോട്ടൊക്കെ തിരിക്കുമ്പോഴാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ ഞാൻ പറയാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടുത്തെ കേസിൽ 20 ചാപ്റ്റർ എന്ന് പറയുമ്പം ഞാൻ ഫിസിക്സിലെ 13 ചാപ്റ്ററല്ല തീർക്കേണ്ടിയിരുന്നത്. ഒരു 7 ചാപ്റ്റർ ഇതും ഒരു 6 ചാപ്റ്റർ ഇതുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മോഡൽ എക്സാമിന് ശേഷം പഠിക്കുന്നത്. ഫിസിക്സ് 7ഉം കെമിസ്ട്രി ഇതാണെങ്കിൽ നമുക്കിവിടെ ഫിസിക്സിൽ എന്തുണ്ട്, 7 ചാപ്റ്റർ ഫിസിക്സ് മോഡൽ എക്സാമിന് മുന്നേ പഠിക്കണം. കെമിസ്ട്രിയിൽ 9-ൽ നിന്ന് 6 കുറച്ചാൽ 3 ചാപ്റ്റർ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടി വരും. ആൻഡ് പിന്നെ 10 ആരാടാ പഠിക്കാനുള്ളത്, ഈ 10 ആയിരിക്കും. മാത്സ് 10 ചാപ്റ്ററും കൂടെ പഠിക്കണം. മാത്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കീം എഴുതുന്നുണ്ടെങ്കിൽ മാത്സിന് ഭയങ്കര വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, അപ്പം നേരത്തെ പ്രശ്നം നമുക്ക് സോൾവ് ആയല്ലോ. എന്ത്, മോഡൽ എക്സാമിന് മാർക്ക് പറഞ്ഞിട്ടില്ല സാറില്ല, തലേന്നത്തെ ലൈവുകളൊക്കെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്
എനിക്ക് പറയാം നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളതാണ് മക്കൾ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പം 20 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്താൽ നടക്കാൻ പോകുന്നില്ല. കാരണം ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇന്നൊരു അരമണിക്കൂർ പഠിക്കുക എന്നുള്ളതിൽ 1 മണിക്കൂർ പഠിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതിങ്ങനെ കൂടി വന്നിട്ട് മോഡൽ എക്സാമിൻ്റെ ആ സമയമൊക്കെ ഇല്ല, ഒരു 10-ാം തീയതിക്ക് ശേഷമൊക്കെ എങ്ങനെ വന്നാലും ഡെയിലി 2 ചാപ്റ്ററൊക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം മുതലേ നിങ്ങൾ തുടങ്ങണം. അത് ഞാൻ പറയുന്നത് ഇപ്പം മുതൽ, അതായത് ഇന്ന് നിങ്ങളൊരു 1 മണിക്കൂറിൻ്റെ മുകളിൽ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് 90% മുകളിൽ 100% ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, ഓരോ പോയിന്റിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വ്യൂ കിട്ടുന്നതിനനുസരിച്ച് എനിക്കൊരു സന്തോഷമായിരിക്കും. ആൻഡ് നമ്മളെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാനിത് ഫോം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.